മലബാറിലെ ധീരയോദ്ധാക്കളുടെ ചുടുനിണം കൊണ്ട് ചെഞ്ചായം പൂശിയ സൗദാബാദിൻ്റെ ചരിത്രത്തിലൂടെ. ചരിത്രത്തിൻ്റെ പിൻതാളുകളിൽ ആത്മസമർപ്പണത്തിൻ്റെ നൊമ്പരപ്പൂവുകൾ പെയ്തിറങ്ങിയ പുണ്യഭൂമി. മാനവ ചരിത്രത്തിൽ തുല്യത ഇല്ലാത്ത കൊടും ക്രൂരതയുടെ നൊമ്പരപ്പെടുത്തുന്ന സമരചരിത്രത്തിൻ്റെ അലയൊലികൾ കെട്ടടങ്ങാത്ത തിരൂരങ്ങാടിയുടെ മണ്ണിലൂടെ അനേക ചരിത്രങ്ങളുടെ മൂകസാക്ഷിയായി, നിറഞ്ഞ മനോഹാരിതയോടെ ചരിത്രസാക്ഷിയായി വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന കടലുണ്ടിപ്പുഴ. നിത്യമൗനങ്ങളുടെ കൽപ്പകവൃക്ഷങ്ങളും തേക്ക് ചന്ദനത്തൈകളും കാവൽ നിൽക്കുന്ന തിരൂരങ്ങാടി. ചരിത്രത്തിൽ ഒരധ്യായം മുഴുവൻ നിറഞ്ഞു നിന്ന മതമൈത്രിയുടെ ഈറ്റില്ലം. ഒരു 500-600 വർഷത്തിൻ്റെ അടുത്തായി ഇപ്പോൾ ക്ഷേത്രത്തിന്. ഞങ്ങളിപ്പോൾ പ്രശ്നം വെച്ചിട്ടതിന് മുമ്പും പൂർവികമായിട്ട് ആചരിച്ചിരുന്ന ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ പറയുന്നത് ഇപ്പോൾ 600 കൊല്ലം വർഷം പഴക്കമുണ്ട് ക്ഷേത്രത്തിന്. പിന്നെ ഹിന്ദു മുസ്ലിം ഐക്യത്തോടു കൂടി നടത്തിപ്പോകുന്ന ക്ഷേത്ര ഉത്സവമാണ്. മമ്പുറത്ത് നിങ്ങളുടെ സഹായങ്ങളോ അവിടുന്ന് പിന്നെ അങ്ങനെയുള്ള ഒരു ഐക്യതയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാന കാര്യം. ജാതിമത ഭേദമന്യേ ആത്മശാന്തിയുടെ വിളനിലമായ മമ്പുറം പള്ളിയും പിന്നിട്ട കാലത്തിൻ്റെ സ്മാരക മുഖങ്ങളാണ്. മമ്പുറപ്പൂ മഖാമിലെ മൗലാത്തബീലെ വാസിലെ ഇമ്പപ്പൂവായ ഖുത്ബോലി സയ്യിദലവീറ. ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും സഞ്ചാരികളെത്തുന്ന തിരൂരങ്ങാടിയുടെ മധ്യബിന്ദുവാണ് മമ്പുറം പള്ളി. മുഹമ്മദ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട സയ്യിദ് അലവി തങ്ങൾ താമസിച്ചിരുന്ന പ്രദേശമാണ് ഇത്. ദേശസ്നേഹിയായിരുന്ന അദ്ദേഹം വെള്ളക്കാരൻ്റെ കണ്ണിലെ കരടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഫസൽ പൂക്കോയത്തങ്ങൾ അദ്ദേഹത്തെക്കാൾ ഏറെ വെള്ളപ്പടയുമായി ചെറുത്തുനിന്ന വ്യക്തിയായിരുന്നു. യമനിലെ താരീം എന്ന പ്രദേശത്തു നിന്നാണ് സയ്യിദ് അലവി തങ്ങൾ ഒരു കച്ചവട സംഘത്തിനൊപ്പം മമ്പുറത്ത് എത്തുന്നത്. തുടർന്നുള്ള കാലയളവിൽ മതപ്രബോധനത്തോടൊപ്പം ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ തങ്ങൾക്ക് സാധിച്ചു. മമ്പുറത്തെ മതമൈത്രിക്ക് ഉദാഹരണമാണ് വെട്ടം കുന്നംകുലം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രവും കളിയാട്ടുമുക്ക് കാവും. ഇത് മമ്പുറം തങ്ങൾ താമസിച്ചിരുന്ന വീട്. അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ ഇതിനകത്ത് കാണാം. അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന വിളക്കും മറ്റ് ഉപകരണങ്ങളും ഇവിടെ കാണാം. കാലത്തിൻ്റെ അച്ചുതണ്ട് എന്നർത്ഥം വരുന്ന കുത്തുബ് സമാൻ എന്ന സ്ഥാനപ്പേരും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചേറൂരിൽ വെച്ച് ബ്രിട്ടീഷുകാരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ അദ്ദേഹത്തിനേറ്റ മുറിവ് പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായി. ഈ സംഭവം ചേറൂർ പട എന്ന വിപ്ലവ ചരിത്രമായി അവശേഷിക്കുന്നു.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരചരിത്രത്തിൽ അങ്ങോളമിങ്ങോളം എഴുതപ്പെട്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത്. 1914 ഒന്നാം ലോകമഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടു. പല സൗഹൃദ കരാറുകളും ലംഘിച്ചാണ് വെള്ളക്കാരൻ്റെ അസ്ത്രം തുർക്കിക്കുമേൽ പതിച്ചത്. ഇതോടെ ഖലീഫ പദവി ഇല്ലാതായി. ഇത് മുസ്ലിം ജനതയെ ആകമാനം വേദനിപ്പിച്ചു. ഇന്ത്യൻ മുസ്ലിം നേതാക്കളായ മൗലാന മുഹമ്മദ് അലി, മൗലാന ആസാദ്, അബ്ദുൽ ബാരി തുടങ്ങിയവർ ലോക ഖിലാഫത്ത് നഷ്ടപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് 1919 ജനുവരി 26 അബ്ദുൽ ബാരിയുടെ അധ്യക്ഷതയിൽ ലക്നൌവിൽ ചേർന്ന മുസ്ലിം കോൺഫറൻസിൽ ഇന്ത്യൻ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് രൂപം നൽകി. 1919 ഏപ്രിലിൽ ഡൽഹി യോഗത്തിൽ കോൺഗ്രസിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചതോടെ ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിലാകമാനം വളർന്നു തുടങ്ങി. 1920 നവംബർ 20 കൊണ്ടോട്ടിയിൽ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ തിരൂരങ്ങാടി ഖിലാഫത്ത് കമ്മിറ്റിക്ക് രൂപം നൽകി. തുടർന്നുള്ള നാളുകളിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം വേരൊടിഞ്ഞ് ഇല്ലാതാവുന്നതിന് ചരിത്രം സാക്ഷിയായി. തിരൂരങ്ങാടിയുടെ താലൂക്ക് ഓഫീസായി പ്രവർത്തിക്കുന്ന ഓടുമേഞ്ഞ ഈ കെട്ടിടത്തിൽ ഭീകരതയുടെ സാക്ഷിമൊഴികൾ വറ്റാതെ കിടക്കുന്നു. ബ്രിട്ടീഷ് മേലാളന്മാരുടെ അതിഭീകര കഥാവശേഷമാണ് ഇത്. ബ്രിട്ടീഷ് ജുഡീഷ്യറി പ്രവർത്തിച്ചിരുന്നത് ഇവിടെയായിരുന്നു. ഹജൂർ കച്ചേരി എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശബ്ദമുയർത്തിയവരെ അതിക്രൂരമായി മർദ്ദിച്ചത് ഇതിനകത്ത് വെച്ചായിരുന്നു. ഇതിൻ്റെ തെളിവുകൾ ചരിത്രശേഷിപ്പുകളായി ഇന്നും ഇവിടെ കാണാം. 1921 ആഗസ്റ്റ് 19 അർദ്ധരാത്രി ഖിലാഫത്ത് നേതാവായിരുന്ന ആലി മുസ്ലിയാരെ തിരഞ്ഞ് പോലീസ് തിരൂരങ്ങാടിയിൽ അഴിഞ്ഞാടി. ഉദ്ദേശ്യം സാധിക്കാതെ വന്നപ്പോൾ പോലീസ് കയ്യിൽ കിട്ടിയവരെ അറസ്റ്റ് ചെയ്തു. ആഗസ്റ്റ് 20 ഖിലാഫത്ത് നേതാക്കൾ കച്ചേരിയിലേക്ക് മാർച്ച് നടത്തി. പട്ടാളം മാർച്ച് തടയുകയും വന്നവർക്ക് നേരെ വെടി ഉതിർക്കുകയും ചെയ്തു.
പട്ടാളത്തിന്റെ തോക്ക് പിടിച്ചു വാങ്ങിയ സമരക്കാർ തിരിച്ചും ആക്രമിച്ചു. സംഘട്ടനത്തിൽ പല നേതാക്കളും വീരമൃത്യു വരിച്ചു. ആക്രമണത്തിൽ മരിച്ച ACP റൗളിയുടെ ശവകുടീരം വഞ്ചനയുടെ സ്മാരകമായി തിരൂരങ്ങാടിയിൽ നിലകൊള്ളുന്നു. പല പട്ടാള മേധാവികളും അന്ന് കൊല്ലപ്പെട്ടു. പേടിച്ചോടിയ കളക്ടർ തോമസും ഹിച്ച്കോക്കും റെയിൽ പാളത്തിലൂടെ ഓടി ഫറോക്ക് വരെ എത്തിയെന്നും ചരിത്രത്തിൽ കാണാം. ബ്രിട്ടീഷ് പട്ടാള ക്യാമ്പുണ്ടായിരുന്ന സ്ഥലത്താണ് ഇന്ന് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി നിലനിൽക്കുന്നത്. പട്ടാളം കുതിരകളെ കെട്ടിയിരുന്ന ആലയും ചരിത്രശേഷിപ്പായി ഇവിടെ കാണാം. മലബാർ കലാപത്തിന്റെ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പള്ളിയാണ് ഇത്. ചരിത്രത്തിലെ വീരപുരുഷന്മാരുടെ രക്തം ഏറ്റുവാങ്ങിയ പള്ളിയും പരിസരവും ഈ 21-ാം നൂറ്റാണ്ടിൽ പുതിയ അധ്യായത്തിലേക്ക് ചൂടുമാറുകയാണ്. AD 1745 പള്ളിയെ ആക്രമിക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളം തിരൂരങ്ങാടിയിലേക്ക് മാർച്ച് നടത്തി. സമരസന്നിദ്ധരായ മാപ്പിളമാരുമായി പള്ളിയുടെ തെക്കുവശത്തുള്ള മൈതാനത്ത് വെച്ച് പട്ടാളം ഏറ്റുമുട്ടി. മാപ്പിളമാരുടെ വിപ്ലവ വീര്യത്തിനു മുന്നിൽ പട്ടാളത്തിൻ്റെ മുട്ടുമടങ്ങുക തന്നെ ചെയ്തു. ചരിത്രത്തിലേക്ക് ചുവന്ന ഒരു അധ്യായം ചേർക്കപ്പെട്ടപ്പോൾ വീരമൃത്യു വരിച്ചവരെ സ്മരിക്കാതെ പോയത് ചരിത്രത്തിൻ്റെ തെറ്റ്. 1921 ആഗസ്റ്റ് 28 പുറത്തിറക്കിയ വിളംബരപ്രകാരം ഖിലാഫത്ത് നേതാവ് ആലി മുസ്ലിയാരെ 1921 ആഗസ്റ്റ് 30 കാലത്ത് 9 മണിക്ക് മുമ്പായി നേരിട്ട് വന്ന് ഹാജരാകാത്ത പക്ഷം തിരൂരങ്ങാടി വലിയ പള്ളി തകർക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ആഗസ്റ്റ് 30 തിരൂരങ്ങാടി പ്രദേശം പട്ടാളം കൈയടക്കി. ഖിലാഫത്ത് സമര നേതാക്കളും മറ്റു ചിലരുമടക്കം ആകെ 114 പേർ മാത്രമായിരുന്നു പള്ളിയിൽ ഉണ്ടായിരുന്നത്. ഈ സമയത്താണ് പട്ടാളം പള്ളി വളഞ്ഞത്. പള്ളിക്ക് നേരെ ആക്രമണം നടത്താൻ പീരങ്കികൾ സ്ഥാപിച്ചു. രാത്രി വൈകിയതിനാൽ രാവിലെ കീഴടങ്ങാമെന്ന പ്രതികരണത്താൽ പട്ടാളം അദ്ദേഹത്തിനായി പുലരാൻ കാത്തിരുന്നു. എന്നാൽ ആലി മുസ്ലിയാരടക്കമുള്ളവർ പൊരുതി മരിക്കുക എന്ന തീരുമാനത്തിലെത്തി. പ്രഭാത പൂർണിമയിൽ പട്ടാളത്തിനു നേരെ ഏതാനും തോക്കുകളുമായി ചെറുത്തുനിന്ന അവർ ഗറില്ല യുദ്ധമുറകളും പട്ടാളത്തിനു നേരെ പ്രയോഗിച്ചു. പട്ടാളത്തിനു മുന്നിൽ കീഴടങ്ങിയവരെ പട്ടാളം മാർഷ്യൽ കോടതിയിൽ ഹാജരാക്കി. ആലി മുസ്ലിയാരടക്കമുള്ള 11 പേർക്ക് തൂക്കുമരം വിധിച്ചു. മരണത്തിന് തൊട്ടുമുമ്പുള്ള നിമിഷങ്ങളിലും തളരാത്ത ആലി മുസ്ലിയാർ തൂക്കുമരത്തിലേക്ക് എത്തും മുമ്പ് ചരിത്രത്തിലേക്ക് മടങ്ങി. എന്നാൽ പട്ടാളം തൂക്കിലേറ്റി എന്നാണ് എഴുതി ചേർത്തത്. കാലത്തിന്റെ കാലച്ചയിൽ ഈ സ്വരങ്ങൾ പള്ളിയുടെ പ്രതിബിംബങ്ങളിൽ ഇന്നും നിഴലിച്ചു നിൽക്കുന്നു.
കാലം മാറി, നാട് മാറി, നാട്ടുകാരും മാറി. ഒരു കാലത്ത് വനമേഖലയായിരുന്നു തിരൂരങ്ങാടി. നേരിയ തോതിലുള്ള ജനവാസം മാത്രം. മൊച്ചക്കണ്ടി, കുരങ്ങുമ്മൽ എന്നെല്ലാമായിരുന്നു അക്കാലത്ത് ആ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. പിൽക്കാലത്ത് വെള്ളക്കാരുടെ ഭരണവും ശേഷമുണ്ടായ പുരോഗമനങ്ങളും തിരൂരങ്ങാടിയെ ഇന്നത്തെ നിലയിലെത്തിച്ചു. കൃഷി മാത്രം ആശ്രയിച്ചിരുന്ന ജനങ്ങൾ വ്യാപാര വ്യവസായ രംഗങ്ങളിലേക്ക് വഴിമാറി. കാലത്തിൻ്റെ ചക്രം കറങ്ങിയപ്പോൾ നെൽപ്പാടങ്ങളും മറ്റും കെട്ടിടങ്ങളും വ്യവസായശാലകളുമായി മാറി. വാണിജ്യ വ്യവസായ രംഗങ്ങളിലെ ഈ കുതിച്ചുചാട്ടം ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വരെ എത്തി നിൽക്കുന്നു. ഇത് തിരൂരങ്ങാടി ചന്തപ്പടി. ഇവിടെയായിരുന്നു പണ്ട് ചന്ത നടന്നിരുന്നത്. ഇന്നും ചന്തയുടെ ചെറിയ രൂപം ഇവിടെ വെച്ച് നടന്നു വരുന്നു. പുരോഗമന ചിന്തകൾ വ്യാപാര വ്യവസായ രംഗങ്ങളിൽ മാത്രമല്ല, വിദ്യാഭ്യാസം, ആരോഗ്യം, വാർത്താവിനിമയം തുടങ്ങിയ ഒട്ടനേകം മേഖലകളിൽ അതങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു. സാംസ്കാരികപരമായും സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും തിരൂരങ്ങാടി ചരിത്രത്തിലുടനീളം നിറഞ്ഞു കിടക്കുന്നു. തിരൂരങ്ങാടിയുടെ മണ്ണ് ഇന്നും വിദ്യാഭ്യാസ സംസ്കാരത്തിൻ്റെ മലബാറിലെ സ്ഥിരാകേന്ദ്രം തന്നെയാണ്. LP സ്കൂൾ മുതൽ കോളേജുകൾ വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ നിലകൊള്ളുന്നു. കമ്പ്യൂട്ടർ രംഗത്തും മറ്റ് സാങ്കേതിക വിദ്യയിലും മുമ്പിൽ തന്നെ. ഇന്ന് എല്ലാ ആധുനിക സൗകര്യങ്ങളും ഇവിടെ നിലവിൽ വന്നു കഴിഞ്ഞു. സ്കൂൾ, കോളേജുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, വ്യവസായശാലകൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ തുടങ്ങി വലിയ നിര തന്നെയുണ്ട്. ഒട്ടുമിക്ക സർക്കാർ സ്ഥാപനങ്ങളും ഓഫീസുകളും ഇവിടെ പ്രവർത്തിക്കുന്നു. തിരൂരങ്ങാടി താലൂക്ക് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ട്രഷറി, താലൂക്ക് ഹോസ്പിറ്റൽ തുടങ്ങിയവ ഈ പട്ടികയിൽപ്പെടുന്നു. കലാ സാംസ്കാരിക രംഗത്ത് നിരവധി പ്രമുഖരെ സമ്മാനിച്ച മണ്ണാണ് തിരൂരങ്ങാടിയുടേത്. ശ്രീ AV മുഹമ്മദും ശ്രീമതി റാബിയ ടീച്ചറുമൊക്കെ അതിൽ ചില ഉദാഹരണങ്ങൾ. അകലോക കാരണമുത്തൊളി യാറസൂലേ എങ്ങും ആദിജ്യോതി പൂരണ വിത്തൊളി യാറസൂലേ. ഇശൽ പ്രേമികളുടെ മനസ്സിൽ പ്രതിഷ്ഠ നേടിയ AV മുഹമ്മദ് എന്ന മാപ്പിള ഗായകന്റെ ഇമ്പമാർന്ന ഗാനങ്ങളായ മനുഷ്യ നീ മറന്നിടുന്നോ എന്ന് തുടങ്ങുന്ന ഐഹിക ജീവിതത്തിന്റെ ക്ഷണികതയും വ്യർത്ഥതയും സ്മരിപ്പിക്കുന്ന സുപ്രധാന മാപ്പിള ഗാനം കേൾക്കാത്തവർ മലയാളികൾക്കിടയിൽ ഉണ്ടാകില്ല. ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം. തിരൂരങ്ങാടിയിലെ തൻ്റെ കൊച്ചു വീടിനെ കേന്ദ്രീകരിച്ച് അരനൂറ്റാണ്ടുകാലം AV അവതരിപ്പിച്ച ഇശലുകൾ ഇന്നും മലയാള മാപ്പിള സംഗീത ലോകത്തെ നിസ്തുല മയൂഖങ്ങളാണ്. മുഹമ്മദ് പേരൊളിവാലേ ആകലോക കാരണമുത്തൊളി യാറസൂലേ എങ്ങും ആദിജ്യോതി പൂരണ വിത്തൊളി യാറസൂലേ. കാലുകൾ തളർന്നപ്പോഴും തളരാത്ത മനസ്സുണ്ടായതാണ് റാബിയ ടീച്ചറുടെ വിജയം. ഞാൻ കുറച്ച് 17 വയസ്സ് വരെ പഠിച്ചോളൂ ഔപചാരികമായിട്ട്. പിന്നെ പഠിക്കാൻ കഴിയാതെ വീട്ടിലിരുന്നപ്പം പിന്നെയുള്ള കൂട്ടുകെട്ട് സൽഗ്രന്ഥങ്ങളായിരുന്നു. പിന്നെ മഹാന്മാരുടെ ജീവിതകഥകൾ, പിന്നെ കയ്യിൽ കിട്ടിയ പുസ്തകങ്ങൾ മുഴുവനും, ഒപ്പം മതഗ്രന്ഥങ്ങളും. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പ്രചോദനം, മനുഷ്യൻ്റെ നൈമിഷിക ജീവിതത്തെക്കുറിച്ചുള്ള മതങ്ങളുടെ ഉൽപ്പാദനം, കാർമ്മിക രംഗത്ത് മനുഷ്യൻ അനശ്വരനായിരുന്നെങ്കിൽ മാത്രമേ പരലോകത്ത് ശോഭിക്കാൻ കഴിയൂ എന്നുള്ള മതങ്ങളുടെ ചോദ്യങ്ങളും മതങ്ങളുടെ ഉത്തരങ്ങളും അതിൽ നിന്ന് കിട്ടിയ പ്രചോദനം, അതാണ് എന്നെ കർമ്മരംഗത്തേക്ക് എത്തിയത്.
തൻ്റെ തൂലിക കൊണ്ട് ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ ടീച്ചർക്ക് സാധിച്ചു. എഴുത്തുകാരി, സാമൂഹിക പ്രവർത്തക എന്നിങ്ങനെയുള്ള നിലയിലെല്ലാം പ്രവർത്തിച്ചു. തിരുരങ്ങാടി എനിക്ക് തോന്നുന്നു റോഡൊക്കെ ആയപ്പോൾ നമുക്ക് റോഡായി, കറണ്ടായി, പിന്നെ പൈപ്പ് ലൈനായി, ജനവിദ്യാകേന്ദ്രം, കുടിൽ വ്യവസായം, മഹിളാ സമാജം, ലൈബ്രറി, സാക്ഷരതാ ട്യൂഷൻ, അങ്ങനെ വെള്ളിലക്കാടിന് എന്നെ ദൈവം നിമിത്തമാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങൾക്കും ഓരോ നിമിത്തങ്ങളാണ്. വെള്ളിലക്കാടിൻ്റെ വികസനത്തിന് ദൈവം കണ്ടെത്തിയ നിമിത്തക്കാരി ഞാനായിരുന്നത് മാത്രം. അപ്പോൾ അത്തരത്തിലുള്ള വികസന പുരോഗതികളൊക്കെ ഉണ്ടായെങ്കിലും പക്ഷേ ഞാൻ പലപ്പോഴും ഇരുന്ന് ഓർക്കാറുണ്ട് പഴയ വെള്ളിലക്കാടും പുതിയ വെള്ളിലക്കാടും തമ്മിലുള്ള വ്യത്യാസം. പഴയ വെള്ളിലക്കാടായിരുന്നു ഇതിനേക്കാളേറെ, കാരണം അതിമനോഹരമായൊരു ഗ്രാമം, 3 ഭാഗത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഉപദ്വീപ്, ഇടയ്ക്കിടെ മാത്രം മൺപാത്ര നിർമ്മാണ തൊഴിലാളികളും പിന്നെ മുസ്ലിങ്ങളും താമസിക്കുന്ന വളരെ ചെറിയ കുടിലുകൾ. രോഗം ടീച്ചറെ വിടാതെ പിന്തുടർന്നപ്പോഴും ടീച്ചർ നാടിനും നാട്ടാർക്കും വേണ്ടി പ്രവർത്തിച്ചു. വെള്ളിലക്കാടെന്ന കുഗ്രാമത്തെ സാക്ഷരത കേരളത്തിൻ്റെ ഭാഗമാക്കിയതും ടീച്ചറുടെ ശ്രമഫലമാണ്. ടീച്ചറെയും AVMനെയും പോലുള്ള ഒരുപാട് പേർ വേറെയും. പടയോട്ടങ്ങൾക്ക് കാതോർത്ത പ്രദേശം എന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഇവിടെ ശക്തമാണ്. ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും വേരുകൾ ഇവിടെ ആഴത്തിൽ ഇറങ്ങിച്ചെന്നിരിക്കുന്നു. ചരിത്രത്തിന്റെ മണവും സ്വാതന്ത്ര്യത്തിന്റെ രുചിയും തലമുറകളായി കൈമാറി വരുന്നത് ഒരു നേട്ടം തന്നെ. ചരിത്രത്തിന്റെ നിഴലടയാളങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ജനപങ്കാളിത്തവും ശ്രദ്ധേയം. ധീരമഹാന്മാരുടെ പ്രാണരക്തം ഏറ്റുവാങ്ങിയ ചരിത്ര സ്തൂപങ്ങളായി ഇവിടെയുള്ള സ്മാരകങ്ങൾ പുതുതലമുറയ്ക്ക് പടയോട്ടങ്ങളുടെയും പോരാട്ടങ്ങളുടെയും കഥ പറഞ്ഞുകൊടുക്കുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതി മരിച്ച വീരനേതാക്കളുടെ കാൽപ്പാടുകൾ പതിഞ്ഞ ഈ മണ്ണിന്റെ വിരിമാറിലൂടെ ഒഴുകുന്ന കടലുണ്ടിപ്പുഴയും അങ്ങകലെ അറബിക്കടലിന്റെ അലയടികൾക്കുമൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്പന്ദനം ഉൾക്കൊണ്ട ഒരധ്യായം കൂടി ഇവിടെ പിന്നിടുന്നു.